PM ശ്രീ വിഷയത്തിൽ പിന്നെ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഒരു നയം എന്തായിരിക്കും? PM ശ്രീ ആയിട്ട് മുന്നോട്ട് പോകണോ? അതിന് ആ സമയത്ത് UDF ശക്തമായി എതിർത്തതാണ്. PM ശ്രീ ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുമോ, അതിൻ്റെ കരാർ റദ്ദാക്കുമോ? അതെ, അതിലെന്താ ചെയ്യാൻ കഴിയാന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ ഇന്നലെയാണല്ലോ വിജ്ഞാപനം ഉണ്ടായത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ സത്യത്തിൽ ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങളിത് സംബന്ധിച്ചൊരു കൂടിയാലോചന നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ കിട്ടണം. അതായത് ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ട്, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണല്ലോ, ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു കെപ്റ്റിൻ അബയൻസ്, അത് പിന്നെ തൽക്കാലം ഒന്നും ചെയ്യേണ്ടപ്പോൾ അങ്ങനെ വെക്കുക എന്ന് പറയും നമ്മൾ. അതാണ് കെപ്റ്റിൻ അബയൻസ് എന്നുള്ള ഒരു കത്ത് കൊടുത്തു. ഇത് ഒക്കെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ സംഗതികളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണോ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം അത് പിന്നെ UDF നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ അതിലൊരു നിലപാട് പറയാൻ സാധിക്കും. ഇപ്പോൾ അവസ്ഥ ഇങ്ങനെയാണ്. LDF പറഞ്ഞിരുന്നൊരു കാര്യം ഈ ഫണ്ടിനെ കുറിച്ചാണ്. അത്രയും ഫണ്ട് വേണ്ട എന്ന് വെക്കണോ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ. അതിൽ ആ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്കും യോജിപ്പാണ്. കാരണം ഈ നമ്മുടെ നാട് ഒരു ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെൻറ്ററിനും ഒക്കെ അവകാശമുണ്ടെങ്കിലും അധികമായിട്ട് സ്റ്റേറ്റിൽ നടപ്പാക്കി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിക്ക്, ഒരു പദ്ധതിക്ക് കണ്ടീഷൻ വെക്കുക എന്നുള്ളത് ഒരു പിന്നെ അതൊരു ഫെഡറലിസത്തിന് യോജിച്ചതല്ല. ഇത് കഴിഞ്ഞ ഇടതുപക്ഷ ഭരണത്തിലും ഈ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് UDF അതിനെ ശക്തിയുക്തം എതിർത്തതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും UDF അധികാരത്തിൽ വരുമ്പോൾ അത് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടി. ഇതിനകം അത് ഒപ്പിട്ട് കഴിഞ്ഞതാണ്. ഒപ്പിട്ട് കഴിഞ്ഞ സംഗതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിനെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഈ വകുപ്പ് വിഭജനവും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതികളാണല്ലോ. ഇന്ന് അസംബ്ലി പിന്നെ MLA-മാരുടെ സത്യപ്രതിജ്ഞ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഇരിക്കാം. വലിയൊരു സാമ്പത്തിക സഹായം കേരളത്തിന് ലഭിക്കും. കാരണം ഇതിൻ്റെ ഒരു വശമുണ്ട്. ഈ ഇത്രയും ഫണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട 1000 കോടിയിൽ പരം രൂപയുടെ ഫണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പലതിനും നമുക്ക് ഫണ്ടില്ലാത്ത വിഷയമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതെല്ലാം വെച്ചുകൊണ്ട് പിന്നെ UDF ലീഡർഷിപ്പ് അത് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി അതിൻ്റെ ഒരു തീരുമാനം പറയും. സ്കൂൾ തുറക്കുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളിപ്പോൾ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി ചെയ്ത കാര്യം അതാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുസ്തകങ്ങളൊക്കെ 1-ാം തീയതിക്ക് മുമ്പ് കിട്ടണം. അതിന് വേണ്ട നടപടികൾ നടക്കുന്നുണ്ട്. യൂണിഫോമുകളുടെ വിതരണം ഓൾമോസ്റ്റ് പൂർത്തിയായി. കാര്യങ്ങളൊക്കെ ഭംഗിയാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.